ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ നീലിമയെ ബ്യൂട്ടി പാർലറിൽ ഇരുത്തിയിട്ട് ശ്രുതിയെ വിളിച്ചു വരുത്താണല്ലോ ശ്രുതി. ആ ഭാഗം വെച്ചിട്ടാണല്ലോ ഇന്നലെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കൂടി ഇന്നലത്തെ ഭാഗത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പറയാൻ വിട്ടുപോയി. രേവതി പൂ കൊടുക്കാൻ മുമ്പ് രേവതി പൂ കൊടുക്കുന്ന കടയിലെ ചേച്ചി ഒരു 5 മിനിറ്റ് രേവതി ഇവിടെ നിൽക്കോ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതീനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ആ ചേച്ചി പോകുന്നുണ്ട്. അപ്പോൾ രേവതി കടയുടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ആ ചേച്ചിയുടെ കടയിലേക്ക് പോകുന്നത്. എന്നിട്ട് ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് എത്തുന്നു. അപ്പോൾ നീലിമയുടെ ഐബ്രോ ത്രെഡിങ് കഴിഞ്ഞിട്ട് ശ്രുതിയോട് നീലിമ പറയുന്നത് ഫേഷ്യൽ ചെയ്യാൻ പറയുന്നത്. ശരി മാഡം ഞാൻ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ശ്രുതി ബ്യൂട്ടി പാർലറിൽ എത്തുന്നു. എത്തിയിട്ട് റിസപ്ഷനിസ്റ്റ് പറയുന്നു സാർ മാഡം തിരക്കിലാണ്, ഉള്ളിലേക്ക് ഇപ്പോൾ കയറി പോകാൻ പറ്റില്ല പറഞ്ഞോ. പിന്നെ ഒരു തിരക്ക് പറഞ്ഞിട്ട് ശ്രുതി ഉള്ളിൽ കയറി പോവാണ്. ശ്രുതി ഉള്ളിൽ കയറി പോകുമ്പോൾ നീലിമ ശ്രുതിനെ കാണില്ല. അപ്പോൾ ശ്രുതി ഫേഷ്യൽ ചെയ്യുന്നില്ല. അപ്പോൾ നീലിമ അവളോട് ഷൗട്ട് ചെയ്യണോ, നീ എന്താ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയോട് ചൂടാവാണ് നീലിമ. ചൂടാവുന്ന സമയത്ത് നീലിമ ഇരിക്കുന്ന മിററിൻ്റെ ബാക്കിൽ ശ്രുതി വന്നിക്കണം. പെട്ടെന്ന് നീലിമ മിററിലേക്ക് നോക്കുമ്പോൾ ബാക്കിൽ ശ്രുതിയെ കാണുമ്പോൾ കസരന്ന് ചാടി നിട്ടിട്ട് ശ്രുതി പറയണം, ആ ശ്രുതി തന്നെയാണ്, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നീ എന്നെ പറ്റിച്ചില്ല. എൻ്റെ 50 ലക്ഷം രൂപ കൊണ്ട് നീ കളഞ്ഞു കിടന്നില്ല. അത് എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് കിട്ടിയ പൈസ അല്ലാണ്ടാണ്. എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എത്ര അപമാനിതനായി എന്നറിയോ. അവരെന്നെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ എത്ര നാണം കെട്ടു, എത്ര ആളുടെ മുമ്പിൽ നാണം കെട്ടു, ഞാൻ എത്ര അപമാനിക്കപ്പെട്ടു, അതൊക്കെ നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീലിമ പറയണ്ട എനിക്ക് ഫേഷ്യലൊന്നും ചെയ്യണ്ട, ഞാൻ പോവാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോണ സമയത്ത് ശ്രുതി നീലിമയുടെ കൈ പിടിച്ച് വെച്ചിട്ട് കസലെടുത്ത് നീ എവിടേക്കാണ് പോണേ, ശ്രുതിയുടെ അടുത്ത് നിന്ന് മേടിച്ച് 50 ലക്ഷം രൂപ കിട്ടാതെ നിന്നെ എവിടേക്കും പറഞ്ഞു വിടണ പ്രശ്നമില്ലേ പറയണം ശ്രുതി നീലിമയോട്. അപ്പോൾ നീലിമ പറയണം 50 ലക്ഷം രൂപ അതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം. അതൊന്നും എന്ത് പറഞ്ഞാലും ശരി, നിൻ്റെ 50 ലക്ഷം കിട്ടാൻ നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല പറയണം ശ്രുതി. പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് പറയണു. അപ്പോൾ ശ്രുതി പറയണു നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചു ഞാൻ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കല്യാണത്തിൻ്റെ ദിവസം കൂടി നീലിമയോട് സംസാരിച്ചു. നീലിമ പറഞ്ഞതും ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്ന് അവൾ പൈസ മാറ്റിയതും പിന്നെ ശ്രുതി വിളിക്കുമ്പോൾ ഞാൻ ശ്രുതിയെ ചതിക്കുമെന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ അവൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഭാഗങ്ങൾ. എന്നിട്ട് ശ്രുതി ചോദിക്കേണ്ട നീലിമയോട് നിനക്ക് എങ്ങനെ ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിക്കാൻ തോന്നി, അദ്ദേഹം ആത്മാർത്ഥമായിട്ടല്ലേ നിന്നെ സ്നേഹിച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീലിമ പറയുകയാണ് 50 ലക്ഷം തന്നതുണ്ടെങ്കിൽ 6 മാസം ഞാൻ ഇവൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പൈസയായിട്ട് അങ്ങോട്ട് കണക്കാക്കിയാൽ മതി പറയണം. നീ ഇത്രയും നാണില്ലാത്തോളാണോ ഇങ്ങനെ 6 മാസം കടന്നതിന് 50 ലക്ഷം രൂപ പറയണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് നിനക്കറിയാം, അതിന് വിളിക്കുന്ന പേരെന്താണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ ചോദിക്കണം ശ്രുതി. എന്ത് തന്നെയായാലും എൻ്റെ 50 ലക്ഷം രൂപ കിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതിയോട് പറഞ്ഞാൽ ശ്രുതി പോലീസിനെ വിളിക്കുക, എന്തായാലും നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പോലീസിനെ വിളിക്കുക, പോലീസ് വന്നിട്ട് പറയട്ടെ എന്താ വേണ്ടതെന്ന് പറയട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി പോലീസിനെ വിളിക്കും. നീലിമ പോലീസിനെ വിളിക്കരുത്, എനിക്ക് നാളെ കാനഡയ്ക്ക് തിരിച്ചു പോകാനുള്ളതാണ്, ദയവ് ഇത് പോലീസിനെ വിളിക്കരുതെന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയണേ ശരി പോലീസിനെ വിളിക്കില്ല, എൻ്റെ 50 ലക്ഷം തന്നിട്ട് നീ എവിടേക്ക് വെച്ച് പൊക്കോന്ന് പറയണം. അപ്പോൾ നീലിമ പറയണേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ 6 മാസം കഴിഞ്ഞതിനുള്ള പൈസയായിട്ട് കണക്കാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 50 ലക്ഷം ഒന്നും കിട്ടില്ല എന്ന് പറയാണ് നീലിമ. അങ്ങനെ ശ്രുതി പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന സമയത്ത് നീലിമ നീലിമ പറയണു സാർ ഇവർ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് 50 ലക്ഷം മേടിക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയണേ സാർ ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ടായിരുന്നു, നീലിമ പറഞ്ഞിട്ടൊരു സ്ത്രീ ശ്രുതിനെ പറ്റിച്ചിട്ട് 50 ലക്ഷം രൂപ കൊണ്ട് പോയി, ആ സ്ത്രീയാണിത് എന്ന് പറയണം. അപ്പോൾ പോലീസ് പറയണത് ഒരു കാര്യം ചെയ്യ്, 3 പേരും കൂടി സ്റ്റേഷനിലേക്ക് പോയി അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണം. ഇതിനിടെ കൂടെ ഒരു കാര്യം ഉണ്ടായിട്ട് രേവതി ആ ചേച്ചിയുടെ പൂക്കടയിൽ നിന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് മതി രേവതി ഇനി പൊക്കോ പറയുമ്പോൾ ഓക്കെ താങ്ക് യു രേവതി, നാളെ കുറച്ച് പൂ കൂടുതൽ കൊടുന്നോന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതി റോട്ടിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രേവതിയുടെ വണ്ടി കാണാനില്ല, സ്കൂട്ടി കാണാനില്ല. അപ്പോൾ രേവതി അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സ്കൂട്ടി എവിടെ, ദൈവമേ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്നാണ് ചേട്ടനോട് ചോദിക്കണം. അപ്പോൾ ആ ചേട്ടൻ പറയും ഇവിടെ ഉണ്ടായിരുന്ന ചോപ്പ് സ്കൂട്ടി അല്ലേ, അത് പോലീസുകാർ വന്ന് എടുത്തുകൊണ്ടായി പറയാണ്. അപ്പോൾ രേവതി ആകെ ഷോക്കായി പോയി, ഈശ്വര എൻ്റെ വണ്ടി എന്തിനാ പോലീസുകാർ എടുത്തുകൊണ്ടായിയാണാവോ പറയുമ്പോൾ അയാൾ പറയണം നോ പാർക്കിംഗ് ഏരിയയിലല്ലേ വണ്ടി വെച്ചേക്കണത്, അതുകൊണ്ടായിരിക്കും കൊണ്ടുപോയത് പറയണം. അപ്പോൾ ഇനി സ്റ്റേഷനിലേക്ക് പൊക്കാം അല്ലാണ്ട് രക്ഷയില്ലേ പറയണം അദ്ദേഹം. അങ്ങനെ രേവതി സ്റ്റേഷനിലേക്ക് പോണു. ശ്രുതിയും നീലിമയും കൂടി പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണു. ബലമായി പിടിച്ച് കയറ്റേണ്ട, തൂക്കിയെടുത്ത് വണ്ടിയിലുണ്ടെന്നുണ്ടെങ്കിൽ 3 പേരെ സ്റ്റേഷനിലേക്ക് വന്ന് പറയുകയാണ്. എന്നിട്ട് അവരതിനെ കൊണ്ടുപോകണം. രേവതി സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി മുറ്റത്ത് കാണുമ്പോൾ രേവതി പോയി തൊടുമ്പോൾ വനിതാ പോലീസ് വന്നിട്ട് ചോദിക്കണം നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ വണ്ടിയാണ് മാഡം, ഞാനിങ്ങനെ റോഡ് സൈഡിൽ വെച്ച് അറിഞ്ഞില്ല, നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ദയവ് ഇതിരെ പ്രശ്നമാക്കാതെ എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു തരണം മാഡം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രേവതി കാല് പിടിക്കുകയാണ് മാഡത്തിൻ്റെ. അപ്പോൾ മാഡം പറയണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇൻസ്പെക്ടർ സാറ് വരട്ടെ, അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യുക പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് രേവതി ഇൻസ്പെക്ടർ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണ സമയത്ത് ശ്രുതിയും നീലിമയും കൂടി പോലീസ് വണ്ടി വരാണ്. പോലീസ് വണ്ടി വരുമ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളിനോട് രേവതി ചോദിക്കണം അത് ഇൻസ്പെക്ടറാണ് ചോദിക്കുമ്പോൾ ആ നിന്നെ വിളിക്കുക അപ്പോൾ പോയാൽ മതി എന്ന് പറയണം. അങ്ങനെയുള്ള സമയത്താണ് അങ്ങനെ അവർ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെട്ട സമയത്താണ്
ഇന്നത്തെ ചെമ്പന്നിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്